നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. ഇവിടെ നിന്നും ഉച്ച കഴിഞ്ഞ് കൃത്യം 2:55 ചൂരൽമലയിലേക്ക് പുറപ്പെടുന്ന ഈ കാണുന്ന KSRTC ബസ്സിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. കോഴിക്കോട് നിന്നും ബസ്സിൽ കയറി അതിഭയങ്കരമായ കൊടുംവളവുകളും ചെങ്കുത്തായ പാതയും നിറഞ്ഞ വയനാട് ചുരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ മനസ്സിൽ കുറിച്ചിരുന്നു ചൂരൽമലയിലെ ഇപ്പോഴത്തെ അവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കണമെന്ന്. നമ്മൾ ഇന്ന് വരെ നടത്തിയിട്ടുള്ള യാത്രാ വീഡിയോ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വേദന നിറഞ്ഞ മനസ്സോടെ നെഞ്ചിടിപ്പോട് കൂടി നടത്തിയ യാത്രയാണ് കേട്ടോ ചൂരൽമല യാത്ര. കൽപ്പറ്റയിൽ നിന്നും പുറപ്പെടുന്ന ഈ ബസ് മേപ്പാടി വഴിയാണ് കേട്ടോ ചൂരൽമല ടൗണിൽ എത്തിച്ചേരുന്നത്. കൽപ്പറ്റയിൽ നിന്നും ചൂരൽമലയിലേക്ക് മൊത്തത്തിൽ 22 കിലോമീറ്റർ അടുത്ത് ദൂരമാണുള്ളത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം നിർത്തി വെച്ചിരുന്ന എല്ലാ ബസ്സുകളും ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്നും ചൂരൽമലയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ദുരന്തത്തിന് ശേഷം ഇവിടെ നിന്നും പുറപ്പെടുന്ന എല്ലാ ബസ്സുകളും ചൂരൽമല വരെ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ കേട്ടോ. ₹33 കേട്ടോ കൽപ്പറ്റയിൽ നിന്നും ചൂരൽമലയിലേക്കുള്ള ബസ് ടിക്കറ്റ് ചാർജ് ആകുന്നത്. ഇപ്പോൾ നമ്മുടെ ബസ് എത്തിക്കൊണ്ടിരിക്കുന്നത് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ. അങ്ങനെ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും കയറുവാനുള്ള എല്ലാ യാത്രക്കാരും കയറിയതിനു ശേഷം നമ്മുടെ ബസ് നേരെ ചൂരൽമല ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പശ്ചിമഘട്ട മലനിരകളുടെ തലപ്പൊക്കത്തിൽ നീട്ടി വിരിച്ചൊരു പച്ചപ്പരവതാനി പോലെ സുന്ദരമായ ഇതുപോലൊരു നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിന് വല്ലാത്ത കുളിർമയും സന്തോഷവുമാണ് നമുക്ക് തോന്നേണ്ടത്. പക്ഷേ എന്തോ ഒന്ന് നിറഞ്ഞ മനസ്സോടെ എനിക്ക് അങ്ങോട്ട് ആസ്വദിക്കുവാൻ സാധിക്കുന്നില്ല. സമുദ്രനിരപ്പിൽ നിന്നും 700 മുതൽ 2100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് കേട്ടോ വയനാട്. തേയിലത്തോട്ടത്തിന്റെയും വനപ്രദേശത്തിന്റെയും അതിമനോഹരമായ കാഴ്ചകൾക്കൊപ്പം ആരുടെയും മനം കുളിർപ്പിക്കുന്ന വയലേലകളും കൊച്ചു കൊച്ചു അരുവികളും പുഴകളും എല്ലാം നിറഞ്ഞൊരു നാട്. ഭൂമിയിൽ മറ്റൊരിടത്തും കാണത്തില്ല ഇത്രയും സുന്ദരമായൊരു നാട്. പഴയകാല ചരിത്രം പരിശോധിച്ചാൽ വെള്ളക്കാരനെയും സാക്ഷാൽ ടിപ്പു സുൽത്താനെയും വരെ കൊതിപ്പിച്ച വയനാടിന്റെ മണ്ണിന് മക്കളുടെ മാനം കാർത്ത വീരപഴശ്ശിത്തമ്പുരാന്റെ വാൾമുനയുടെ ശൗര്യമുണ്ട്. അതിഭയങ്കരമായ കൊടുങ്കാടിന്റെ അതിർത്തികൾ താണ്ടി കണ്ണിൽ കണ്ടതെല്ലാം ചവിട്ടി മതിച്ചെത്തുന്ന വന്യമൃഗങ്ങളോട് മല്ലിട്ട് മണ്ണിൽ പൊന്നു വിളയിച്ച മനുഷ്യരുടെ അസാധാരണമായ പോരാട്ടവീരത്തിന്റെ ചരിത്രമുറങ്ങുന്ന നാടാണ് കേട്ടോ വയനാട്. അങ്ങനെ ഓടി നമ്മുടെ ബസ് ഇപ്പോൾ ദാ മേപ്പാടിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞുള്ള റോഡിലൂടെയാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നത്. മേപ്പാടിയിൽ നിന്നും ഊട്ടിയിലേക്ക് മൊത്തത്തിൽ 106 കിലോമീറ്റർ അടുത്ത് ദൂരമാണ് കേട്ടോ ഉള്ളത്. റോഡിനല്പം വീതിയൊക്കെ കുറവാണ് കേട്ടോ ഈ ഭാഗങ്ങളിൽ. എതിരെ ഒരു വണ്ടി വന്നാൽ സൈഡൊക്കെ കൊടുക്കാൻ അല്പം പാടാണ്. എന്തായാലും ആ ലോറിക്കാരൻ ചേട്ടൻ എന്താ റിവേഴ്സ് പോവുകയാണ്. ഒരു ഡ്രൈവർക്ക് മാത്രമേ മറ്റൊരു ഡ്രൈവറുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുന്നത് എത്ര ശരിയല്ലേ, പ്രത്യേകിച്ച് വലിയ വണ്ടി ഓടിക്കുന്നവര്. മുന്നോട്ടുള്ള യാത്രയിൽ മുൻപിൽ റോഡ് പണി നടക്കുന്നുണ്ടെന്നുള്ള ബോർഡൊക്കെ കണ്ടു കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വയനാടിന് വരുന്നത്. ഇതിനു മുമ്പ് വയനാട് സന്ദർശിച്ചിട്ടുള്ള എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ചൂരൽമല മുണ്ടക്കൈ റോഡിൽ വാഹനങ്ങളുടെ നല്ല തിരക്കായിരിക്കുമെന്ന്. എന്നാൽ ഞാൻ വന്നപ്പോൾ എന്തോ വലിയ തിരക്കൊന്നും കാണുവാനില്ല. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് 8 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. വയനാട്ടിലെ ടൂറിസം ആക്ടിവിറ്റീസ് എല്ലാം പ്രവർത്തനം ആരംഭിച്ചതാണ് കേട്ടോ.
റോഡിനൊക്കെ നല്ല വീതി കൂട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ദുരന്തത്തിൻ്റെതായ യാതൊരുവിധ വിഷയവും ഇല്ല എന്നാണ് ഞാൻ ചില ചാനലുകളിലൊക്കെ കണ്ടത്. ടൂറിസവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് കേട്ടോ വയനാട്ടിലെ ഭൂരിഭാഗവും ജനങ്ങൾ. വയനാടിൻ്റെ ഭംഗി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ റൂട്ടിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കണം കേട്ടോ. എന്താ അല്ലേ പ്രകൃതി ഭംഗി, നോക്കിക്കേ. ഏതൊരു സമയത്തും കാലാവസ്ഥ മാറി മറിയുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെയെല്ലാം ഉള്ളത്. 5-6 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ പിന്നെ എല്ലാം സെക്കൻഡുകൾ കൊണ്ട് മാറി മറിയും. എത്ര കണ്ടാലും മതി വരാത്ത അത്രയ്ക്കും കാഴ്ചകളാണ് കേട്ടോ വയനാട് ജില്ലയിൽ പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ പോകുന്ന ഈ റൂട്ടിൽ ധാരാളം സിപ്പ് ലൈൻസും ഗ്ലാസ് ബ്രിഡ്ജും അങ്ങനെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് കേട്ടോ. തെളിഞ്ഞ നീലാകാശത്തിലേക്കൊക്കെ ഒന്ന് നോക്കിക്കേ, എന്താ അല്ലേ ഭംഗി. കുറച്ച് നാൾ കൂടിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും ഈ റൂട്ടിൽ വരുമ്പോൾ റോഡിനൊക്കെ നല്ല വീതിയായിരിക്കും കേട്ടോ. റോഡ് പണിക്കുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ലോറിയാണ്, നോക്കിക്കേ. ഇപ്പോൾ ഈ റൂട്ട് യാത്ര ചെയ്യുന്നതിന് ആർക്കും യാതൊരുവിധ പ്രശ്നവും ഇല്ല കേട്ടോ. തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം കാണുവാൻ പോകാൻ സാധിക്കും. വയനാട് സുരക്ഷിതമല്ല, നമ്മൾ ഇപ്പോൾ പോകുന്ന ചൂരൽമല റൂട്ട് സുരക്ഷിതമല്ല എന്നൊന്നും വിചാരിച്ചുകൊണ്ട് നിങ്ങളാരും ഈ റൂട്ട് യാത്ര ചെയ്യാതിരിക്കരുത് കേട്ടോ. വയനാടിൻ്റെ സൗന്ദര്യം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ റൂട്ടിലൂടെ യാത്ര ചെയ്തു നോക്കണം. ഇനിയും ഒരു മനുഷ്യജന്മം ഉണ്ടോ എന്ന് പോലും നമുക്കാർക്കും യാതൊരുവിധ ഉറപ്പുമില്ല. വളരെ ക്ഷണികമാണ് നമ്മുടെ ഏവരുടെയും ജീവിതം. നമുക്കെല്ലാം ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചാലും എല്ലാം മാറി മറിയാൻ നിമിഷങ്ങൾ മാത്രം മതി. വയനാട്ടിലെ പ്രശസ്തമായ കള്ളാടി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെയാണ് കേട്ടോ നമ്മുടെ ബസ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് നിന്നുമാണ് കേട്ടോ 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്തേക്ക് പോകുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലം എത്ര തന്നെ സേഫ് ആണെന്ന് നമുക്ക് തോന്നിയാലും ഒരു 5-6 ദിവസം അടുപ്പിച്ച് നിൽക്കാതെ അങ്ങ് മഴ പെയ്താലുണ്ടല്ലോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അങ്ങ് നിമിഷങ്ങൾ കൊണ്ട് മാറി മറിയും. ഈ പറഞ്ഞതിൻ്റെ എല്ലാം കാരണം ഞാൻ മുന്നോട്ട് എത്തിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പുത്തുമല ഉരുൾപൊട്ടൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ സ്ഥലമാണ് കേട്ടോ ഇവിടം. ചൂരൽമലയിലും മുണ്ടക്കയിലും എല്ലാം ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഒരുപാട് ആളുകളെ കാണാതായി. പലരെയും തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല. അവരെല്ലാവരും ഇപ്പോൾ അന്തി ഉറങ്ങുന്നത് ഈ ഒരു പുത്തുമല പ്രദേശത്താണ് കേട്ടോ. പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് പകൽ സമയത്തായിരുന്നു. പക്ഷേ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടിയത് രാത്രിയിലാണ്. അതും നട്ടപ്പാതിര കൂരിരുട്ട് സമയത്ത്. എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? പുത്തുമലയിൽ നിന്നും ചൂരൽമലയിലേക്ക് ഏതാണ്ട് 3 കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കടന്നു ചെല്ലുന്തോറും പുതിയ സൗകര്യങ്ങൾ വേണമെന്ന ആഗ്രഹത്തോടെ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ നമ്മുടെ ഓരോ കാര്യവും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക.
ദൈവം ഉണ്ടോ എന്നൊന്നും അറിയില്ല, എന്തായാലും ലോകത്തൊരു ശക്തിയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പ്രകൃതിയാണ് സാക്ഷാൽ ദൈവം. അതിനെ നമുക്ക് എന്തു പേര് വേണമെങ്കിലും ഇട്ടു വിളിക്കാം. അങ്ങനെ ഓടി ഓടി നമ്മുടെ ബസ് ഇതാ ചൂരൽമല കവലയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടം വരെ മാത്രമേ ബസ്സുകൾ സർവീസ് ഉള്ളൂ. പ്രകൃതി സംഹാരതാണ്ഡവമാടി സർവനാശം വിതച്ച ചൂരൽമല കവലയിൽ നിന്നുമുള്ള കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. കടുത്ത മഴയെയും മോശം കാലാവസ്ഥയെയും പോലും വകവയ്ക്കാതെ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ മിലിറ്ററി നിർമ്മിച്ച ബെയിലി പാലമാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത്. ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ ചൂരൽമല ശിവക്ഷേത്രത്തിലെ ആൽമരമാണ് കേട്ടോ നമ്മൾ അക്കരെയാ കാണുന്നത്. 2024 ജൂലൈ 30 എന്ന ദിവസം ഓർക്കാൻ തന്നെ മനസ്സിൽ എന്തോ വല്ലാത്ത പേടി തോന്നുന്നു. ഇവിടങ്ങളിൽ താമസിച്ചിരുന്ന ആരും ജന്മത്ത് പോലും വിചാരിച്ചിരുന്നതല്ല ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന്. കിലോമീറ്ററുകളോളം അപ്പുറം ഉരുൾപൊട്ടി വെള്ളവും കൂറ്റൻ പാറക്കഷ്ണങ്ങളും എല്ലാം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വേഗത്തിൽ ചീറിപ്പാഞ്ഞെത്തിയാണ് ഇവിടെ എല്ലാം കനത്ത നാശം വിതച്ചത്. ഇവിടെ നിന്നും ഈ കാഴ്ചകളെല്ലാം നേരിട്ട് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ പേടിയാണോ അതോ സങ്കടമാണോ തോന്നുന്നതെന്നൊന്നും അറിയില്ല. ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സർവ്വതും നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന ഒരു നാടാണിത്. അതിഭയങ്കരമായ ഡിസാസ്റ്ററാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. തനിക്ക് വേണ്ടപ്പെട്ട ആരെയോ നഷ്ടപ്പെട്ട സങ്കടത്തിൽ നിൽക്കുന്ന നായക്കുട്ടിയാണെന്ന് തോന്നുന്നു. വല്ലാത്ത സങ്കടം ഇവന്റെ മുഖത്തും. നോക്കിക്കേ, ഒന്നല്ല പല വട്ടം വിറങ്ങലിച്ചിട്ടുണ്ട് വയനാടിന്റെ മണ്ണ്. വെള്ളരിമലയുടെ താഴ്വാരത്തുള്ള അതിമനോഹരമായ ഗ്രാമമായിരുന്നു ചൂരൽമല. വെള്ളരിമലയിൽ 1-2 ആഴ്ച തകർത്തു പെയ്ത മഴവെള്ളം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടവും കടന്ന് ചൂരൽമല പുഴയിലൂടെ കുതിച്ചു പായുകയായിരുന്നു ജൂലൈ 30 മുമ്പ്. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് 2 ദിവസം മഴ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇടവേളകളില്ലാതെ തുടർച്ചയായി തോരാതെ പെയ്തുകൊണ്ടേയിരുന്നു. ഈ നാട്ടിലുള്ളവർ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലാണ് മഴ പെയ്തുകൊണ്ടേയിരുന്നത്. പതിവ് പോലെ എല്ലാവരും അവരവരുടെ ഭവനങ്ങളിൽ പിറ്റേ ദിവസം ചെയ്തു തീർക്കുവാനുള്ള കാര്യങ്ങളും എല്ലാം മനസ്സിലൊതുക്കി കിടന്നുറങ്ങിയ ആ രാത്രി, ആ കറുത്ത രാത്രി, നട്ടപ്പാതിരായിക്കാണ് പ്രകൃതി സർവനാശം വിതച്ച് സംഹാരതാണ്ഡവമാടിയത്. മുണ്ടക്കയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ പുഞ്ചിരിമട്ടത്തിന് മുകളിൽ മലമുകളിൽ വനമേഖലയിലുള്ള കൂറ്റൻ മലയായ വെള്ളോലിപ്പാറയിൽ നിന്നും ഉരുൾപൊട്ടി മലയുടെ വലിയ ഭാഗം അടർന്ന് താഴേക്ക് പതിച്ചു. കുത്തി വലിച്ചെത്തിയ വെള്ളവും മരങ്ങളും കൂറ്റൻ പാറക്കഷ്ണങ്ങളും മുണ്ടക്കയിലും എത്തി. വീടുകൾ നിലം പൊത്തി, വൈദ്യുതി, ഫോൺ ബന്ധം എല്ലാം നിശ്ചലമായി. സമയം പിന്നെയും കടന്നുപോയി. വെള്ളാർമലയുടെ വൃഷ്ടിപ്രദേശത്ത് നിന്ന് 3.25 കിലോമീറ്റർ താഴെ മുണ്ടക്കൈ പ്രദേശത്ത് ദാണ്ട കിടക്കുന്നു അടുത്ത ഉരുൾപൊട്ടൽ. ആദ്യ ഉരുൾപൊട്ടലിൽ വെള്ളമെത്താത്ത സ്ഥലങ്ങൾ തകർന്നടിഞ്ഞു. മലവെള്ളം പിന്നീട് ചൂരൽമലയിലേക്കും ഇരച്ചെത്തി. ഒരു വീടിന്റെ വലിപ്പം വരുന്ന പോലത്തെ കൂറ്റൻ പാറക്കഷ്ണങ്ങൾ കടന്നുപോയ വഴിയിലെ വീടുകളും മറ്റും തകർത്തുകൊണ്ട് ചൂരൽമലയെയും മുണ്ടക്കൈയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചൂരൽമല പാലവും തകർത്ത് മുന്നോട്ട് കടന്നുപോയി. മുണ്ടക്കൈ പൂർണ്ണമായും ഒറ്റപ്പെട്ട ആ രാത്രി
എന്താവും അല്ലേ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടു പോയ ആ മനുഷ്യരുടെയൊക്കെ ഒരവസ്ഥ ചിന്തിക്കാൻ കൂടി വയ്യ. ആ വീട് നോക്കിക്കേ, ഒരു മനുഷ്യായുസിൽ ഒരുവന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് വീട് കെട്ടുക എന്നുള്ളത്. അതും തച്ചുടച്ച് കളഞ്ഞു പ്രകൃതി. അന്നത്തെ ആ ഒരു രാത്രി ഇവിടുള്ള മനുഷ്യർ അനുഭവിച്ച ഭീകരാവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കിക്കേ. 2-3 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ പൊങ്ങിയൊഴുകിയ വെള്ളത്തിൽ സ്വന്തം പ്രാണന് വേണ്ടി പിടഞ്ഞ 100 കണക്കിന് ആളുകൾ. ഈ സ്ഥലവും ഇവിടുത്തെ ശൂന്യതയും കാണുമ്പോൾ ഇപ്പോഴും നെഞ്ചിലൊരു വിങ്ങൽ, സഹിക്കാൻ കഴിയുന്നില്ല. എനിക്കറിയാവുന്നവർ ആരുമല്ല, എങ്കിൽ പോലും കണ്ടിട്ട് സഹിക്കാൻ വയ്യ. എത്രയോ ആളുകൾ താമസിച്ചിരുന്ന ഏരിയ ആയിരുന്നു എന്നൊന്ന് ഓർത്തു നോക്കിക്കേ. സ്വന്തം പ്രാണൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിനിടയിൽ മണ്ണ് വന്ന് മൂടിപ്പോയ ആളുകൾ. ഓർത്തു നോക്കുക ഓരോ ആളുകളുടെ അവസ്ഥ. മരിക്കണമെന്ന് പറഞ്ഞൊന്നുമല്ല ഇവിടെയുള്ളവർ വീട് വെച്ചത്, പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ എല്ലാം സംഭവിച്ചു. മുണ്ടക്കൈ എന്ന സ്ഥലം ഈ ഉരുൾപൊട്ടലോടെ പൂർണ്ണമായും ഇല്ലാതായി പോയിട്ടോ. ഇനി അത് റീക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. നമ്മളൊക്കെ എത്ര വലിയ കൊട്ടാരത്തിൽ താമസിച്ചാലും എല്ലാം തകിടം മറിയാൻ നിമിഷങ്ങൾ മാത്രം മതി. മുണ്ടക്കൈ എന്ന വാർഡ് പൂർണ്ണമായും ഇല്ലാതായ പോലെ സീതമ്മക്കുണ്ട് എന്ന വെള്ളച്ചാട്ടവും ഈ ലോകത്തു നിന്നും നമ്മെ വിട്ടുപോയി. ബോംബ് സ്ഫോടനമൊന്നും നമ്മൾ നേരിട്ട് ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്നാലും നോക്കിക്കേ, ഈ പാറക്കഷ്ണങ്ങളെല്ലാം കിടക്കുന്ന കാണുമ്പോൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി ചീറിപ്പാഞ്ഞെത്തിയ കൂറ്റൻ പാറക്കഷ്ണങ്ങളാണ് ഇതെല്ലാം. നോക്കിക്കേ, കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തം പ്രാണൻ പോലും വകവയ്ക്കാതെ ആ ദുരന്ത രാത്രിയിൽ ജീപ്പ് എടുത്തു പോയി ഒരുപാട് പേരെ രക്ഷിച്ച പ്രജീഷേട്ടനെ ഞാൻ ഈ നിമിഷത്തിൽ ഓർത്തു പോവുകയാണ്. പ്രജീഷേട്ടന്റെ സഹജീവി സ്നേഹം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെയാണോ എന്നറിയത്തില്ല. പിന്നീട് പ്രകൃതി 2ാമത്തെ ഉരുൾപൊട്ടലിന്റെ രൂപത്തിൽ പ്രജീഷേട്ടനെ അങ്ങ് കൊണ്ടുപോയി. ഉരുൾപൊട്ടലുണ്ടായി എന്ന് ലോകത്തെ വിളിച്ചറിയിച്ച നീതു ചേച്ചി, അതുപോലെ തന്നെ സ്വന്തം പേരക്കുട്ടിയെയും കയ്യിലെടുത്ത് കൊടുങ്കാട്ടിൽ അഭയം പ്രാപിച്ച സുജാത ചേച്ചി, അവർക്ക് വേണ്ടി നേരം പുലരുവോളം കൂട്ടിരുന്ന ആനകളെയും എല്ലാം ഞാനിപ്പോൾ മനസ്സിൽ ഓർത്തു പോവുകയാണ്. ഇത്രയേറെ നെഞ്ചെടുപ്പോടു കൂടി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ്. എന്തോ സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ നിന്നിട്ട്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന ബെന്യാമിൻ സാറിന്റെ വാക്കുകൾ ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ അങ്ങോട്ട് കടന്നു പോവുകയാണ് കേട്ടോ. ആർത്തലച്ചു വന്ന പ്രകൃതിക്ഷോഭത്തെ ഒരു മതിൽ പോലെ തടഞ്ഞു നിർത്തി മലവെള്ളപ്പാച്ചിലിന്റെ ഗതി മാറ്റിവിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നാശത്തിൽ നിന്നും ചൂരൽമലയെ കാത്തു രക്ഷിച്ച വെള്ളരിമലയുടെ താഴ്വാരത്തിലുള്ള അക്ഷരമുറ്റമാണ് വെള്ളാർമല സ്കൂള്. ഇനിയും ഇവിടെ നിന്നാൽ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതാവും. അതിനാൽ ഞാൻ എത്രയും വേഗം തിരികെ പോവുകയാണ്.